ആർ രാജഗോപാൽ. ഈ പേര് അത്രയൊന്നും സുപരിചിതമായിരിക്കില്ല പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സമകാലിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ഉയർത്തിയ വ്യക്തി എന്നുള്ള നിലക്ക് ശ്രദ്ധേയമായിരുന്ന വ്യക്തിത്വമാണ് ആർ രാജഗോപാൽ എന്ന മാധ്യമ പ്രവർത്തകന്റേത്. ദ ടെലിഗ്രാഫ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ മുഖ്യ പത്രാധിപനായിട്ട് മാറുകയും ചീഫ് എഡിറ്റർ സ്ഥാനമൊക്കെ വഹിച്ച അദ്ദേഹം മോദി സർക്കാരിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ പേരിൽ, ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ പലപ്പോഴും ആ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെടുകയും പലതരം കേസുകളിൽ പെടുകയും നിരവധി തവണ വലിയ ഭീഷണികൾക്കിടയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആർ രാജഗോപാൽ സാറിന്റെ ഈ അടുത്ത് അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിൽ നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമാണ്. എല്ലാവരും അവസാനം വരെ ഈ പ്രഭാഷണം എന്ന് കേൾക്കണമെന്ന് മാത്രമാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ആത്യന്തികമായിട്ട് പറയാനുള്ളത്. അതുവരെ ഇത് അവസാനിക്കുന്നത് വരെ നിങ്ങൾ ആരും സ്കിപ്പടിച്ചു പോകരുത്. കാരണം ഇത് എല്ലാവരും കേൾക്കേണ്ട പ്രഭാഷണമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടു നോക്കുക. സമകാലിക ഇന്ത്യൻ സാഹചര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന, വിലയിരുത്തുന്ന ഒരു പ്രഭാഷണം കൂടിയായിരുന്നു ഇത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആർ രാജഗോപാൽ എന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിനിടയിൽ നടത്തിയ സുപ്രധാനമായ ഒരു പ്രഭാഷണം എന്നുള്ള നിലയ്ക്ക് ഭാവിയിൽ ഓർമ്മിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രഭാഷണമാണ് ഇത്. തീർച്ചയായും ഇത് അവസാനം വരെ നിങ്ങൾ കാണണമെന്ന് മാത്രമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. വളരെ വലിയൊരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗാംഭീര്യവും മാത്രമല്ല അതിൻ്റെ കാരണം. ബാലറാം സാറിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും തീർക്കാനാവാത്ത കടപ്പാടോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പൊതുവെ പത്രപ്രവർത്തകർ ദീർഘവൃഷ്ടിയുള്ളവർ അല്ല എന്ന് പറയും. അതായത് അവർ വളരെ ഷോർട്ട് സൈറ്റഡ്. ഞങ്ങൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഇത്തവണ പക്ഷേ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ അതിൽ മാറിയിട്ട് സമകാലിക കാര്യങ്ങളെക്കുറിച്ച് ആണ് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് ഡോക്ടർ മോഹൻ ഗോപാലിനെ കണ്ടപ്പോൾ ശരിയായ തീരുമാനമാണെന്ന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംസാരിച്ചാൽ ആലോചിച്ച് നോക്ക് എന്തുമാത്രം അപ്പോൾ ഒരു കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് വൺ ജേർണലിസ്റ്റ് എന്നോട് ഞാൻ ഫാർ സൈറ്റഡ് ആയിട്ട് എനിക്കൊണ്ട് ആദ്യമായിട്ട് എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യവും പുതുമയുള്ളതല്ല, ഒരു ഓർമ്മപ്പെടുത്തലിന് മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓർമ്മകളുടെ മൂല്യം എന്നത്തെക്കാളും വിലപിടിപ്പുള്ള കാലമാണിത്. 34 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരം വിടുമ്പോൾ നമുക്ക് ധൈര്യമായി വിളിച്ചു പറയാമായിരുന്നു ആരാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്ന്. ഇന്ന് ആ കൊലപാതകം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഏത് സംഘടനയായിരുന്നു അതിൻ്റെ പിന്നിലെന്ന് പറയാൻ ചുരുക്കം ചിലർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. മറ്റുള്ളവർ ആ പേര് പറഞ്ഞാൽ മിക്കവാറും അതൊരു മാനഹാനി കേസിൽ അവസാനിക്കാനും സാധ്യത. വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. അത് നവംബർ 29, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടന രൂപീകരണ സഭയിൽ ഡോക്ടർ BR അംബേദ്കറുടെ അവസാനത്തെ പ്രഭാഷണം. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തായി അദ്ദേഹം പറയുന്നുണ്ട്, വി മസ്റ്റ് നോട്ട് ബി കണ്ടന്റ് വിത്ത് മിയർ പൊളിറ്റിക്കൽ ഡെമോക്രസി. We must make our political democracy a social democracy as well. What does social democracy mean? It means a way of life which recognizes liberty, equality and fraternity, swadhantriyam, samatvam, sahodharyam as the principles of life. These principles of liberty, equality and fraternity are not to be treated as separate items in a trinity. They form a union of trinity in the sense that to divorce one from other is to defeat the very purpose of democracy. അതൊന്നും മറ്റിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. അത് ചെയ്യുകയാണെങ്കിൽ we have defeated democracy എന്ന്. What does fraternity mean? Fraternity means a sense of common brotherhood of all Indians. Fraternity can be a fact only when there is a nation. Without fraternity, equality and liberty will be no deeper than coats of paint. പെയിന്റ് അടിച്ച പോലെ fraternity സഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടായിട്ട് കാര്യമില്ല. ഉദ്ധരണി നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും വ്യക്തത ഉള്ള വാക്യങ്ങൾക്ക് തർജ്ജിമ ആവശ്യമുണ്ടെന്നും തോന്നുന്നില്ല. പ്രസംഗം അവസാനിക്കും മുമ്പ് അംബേദ്കർ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദർ ഇസ് എ ഗ്രേറ്റ് ഡേഞ്ചർ ഓഫ് തിങ്സ് ഗോയിങ് റോങ്. ടൈംസ് ആർ ഫാസ്റ്റ് ചേഞ്ചിങ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. കാലം അതിവേഗം മാറുകയാണ്. അംബേദ്കർ നമുക്ക് അന്ന് താക്കീത് നൽകി. 1949 നവംബർ 29 അംബേദ്കർ പറഞ്ഞ അതിവേഗം പാഞ്ഞ കാലത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു അടയാളം രേഖപ്പെടുത്തിയത് മറ്റൊരു നവംബർ മാസത്തിലാണ്. നവംബർ 9, 2019. ആ ശനിയാഴ്ചയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ സ്ഥലത്തെക്കുറിച്ചുള്ള വിധി പ്രസ്താവിച്ചത്.
ക്ഷേത്രം പണിയാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ആ വിധിയുടെ വിശദ വിവരങ്ങൾ ഇവിടെ പരാമർശിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിധി പുറപ്പെടുവിച്ച ശേഷം ഏതാനും മണിക്കൂറുകൾക്കകം നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ആത്മകഥയിൽ പറയുന്നത്, അദ്ദേഹം കൂടെ ബെഞ്ചിലുണ്ടായിരുന്ന തന്റെ സഹപ്രവർത്തകരെ അന്ന് അത്താഴത്തിന് താജ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നാണ്. അത്താഴം എന്ന പ്രയോഗം ശരിയല്ല, അതൊരു വിരുന്ന് തന്നെയായിരുന്നു. ഉദ്ധരണി: ഞങ്ങൾ ചൈനീസ് ഭക്ഷണമാണ് കഴിച്ചത്, ഒരു കുപ്പി വീഞ്ഞും പങ്കുവച്ചു, അവിടെ വാങ്ങാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ വീഞ്ഞ് എന്ന് ജസ്റ്റിസ് ഗൊഗോയ് തന്നെ എഴുതിയിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ആ സൽക്കാരം നടന്നത് താജ് ഹോട്ടലിലെ ദ ചേംബേഴ്സ് എന്ന സ്ഥലത്താണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ചേംബേഴ്സ്? താജ് ഹോട്ടലിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് ദ ചേംബേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, അതായത് അന്യപ്രവേശനമില്ലാത്ത ബിസിനസ് ക്ലബ്ബാണ് എന്നാണ്. ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രമുള്ള, ക്ഷണത്തിലൂടെ മാത്രം അംഗമാകാൻ കഴിയുന്ന ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ, പിന്നീട് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നറിയപ്പെട്ട ഇടം, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ നിന്നായിരിക്കണം അംബേദ്കർ 1949 അന്ന് സംസാരിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ നിന്നും ദ ചേംബേഴ്സിലേക്ക് എത്തിച്ചേരാൻ എടുത്തത് വെറും 25,547 ദിവസങ്ങൾ മാത്രം. അംബേദ്കർ ഊന്നിപ്പറഞ്ഞ ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം എന്ന ഉദാത്തമായ ലക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ നിഷേധമായിരുന്നു ദ ചേംബേഴ്സിൽ ആ സായാഹ്നത്തിൽ നടന്നത്. കോടിക്കണക്കിന് പൗരന്മാർ, അവർ ഒരു മതവിഭാഗത്തിൽ മാത്രമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നില്ല, ഞെട്ടലോട് കേട്ട ആ വിധിയുടെ മഷി ഉണങ്ങും മുമ്പ് ചൈനീസ് ഭക്ഷണവും മുന്തിയ വീഞ്ഞും കൊണ്ട് അവിടെ ആഘോഷിക്കപ്പെട്ടത് എന്താണ്? ജസ്റ്റിസ് ഗൊഗോയ് ദ ചേംബേഴ്സിലേക്ക് ക്ഷമിച്ചത് മറ്റ് 4 ന്യായാധിപന്മാരെ ആയിരുന്നു. ജസ്റ്റിസസ് ശരത് അരവിന്ദ് ബോബ്ദെ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് അബ്ദുൽ നസീർ. ഇതിൽ ആരാണ് ആ വിധി എഴുതിയതെന്ന് ആധികാരികമായി നമുക്ക് അന്ന് അറിയില്ലായിരുന്നു. ശൈലി കൊണ്ടും മറ്റും അത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആകാനാണ് സാധ്യത എന്നായിരുന്നു അന്നത്തെ അനുമാനം. അടുത്ത കാലത്ത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആ അനുമാനം ശരിവെക്കുകയും ചെയ്തു, മിക്കവാറും ഇൻഡയറക്റ്റായിട്ട് ശരിവെക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ദൈവത്തിന്റെ പങ്കും അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ അദ്ദേഹം വെളിപ്പെടുത്താത്തത് ആരുടെ ദൈവം എന്ന കാര്യമാണ്. ജസ്റ്റിസ് ഗൊഗോയുടെ ദൈവമാണോ, ജസ്റ്റിസ് ബോബ്ഡെയുടെ ദൈവമാണോ, ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ദൈവമാണോ, ജസ്റ്റിസ് ഭൂഷന്റെ ദൈവമാണോ, ജസ്റ്റിസ് നസീറിന്റെ ദൈവമാണോ? ഏത് ദൈവമാണെന്നത് അവരുടെ സ്വകാര്യം. പക്ഷേ സോഷ്യൽ ഡെമോക്രസിയുടെ നെടുംതൂണായ ദേശത്തിന്റെ ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സഹോദര്യത്തിന് ആ ചേംബേഴ്സിൽ എന്താണ് സംഭവിച്ചത്? ഉദ്ദേശം എന്തു തന്നെയായാലും ദ ചേംബേഴ്സിൽ നിന്നും എന്ത് സന്ദേശമാണോ അന്ന് നമ്മൾ പലരും വായിച്ചത്, അതുതന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകരാഷ്ട്രത്തിന്റെ ഏറ്റവും ഭയപ്പെടുന്ന ഭാവം, മതാടിസ്ഥാനത്തിലുള്ള ഏകരാഷ്ട്രം. പാർലമെന്ററി ജനാധിപത്യത്തിൽ നരേന്ദ്രമോദിയുടെ BJPയുടെ 36.6% വോട്ട് ഒരു ഭരണത്തിന് മതിയാവുമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു വോട്ട്, അതായത് നരേന്ദ്രമോദിക്ക് 51%-ത്തിലധികമായി വോട്ട് കിട്ടിയാൽ പോലും സാഹോദര്യത്തിന്റെ അഭാവത്തിൽ അതൊരു സോഷ്യൽ ഡെമോക്രസിയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ അംബേദ്കറുടെ പരമപ്രധാനമായ വാക്കുകളിലേക്ക് തിരിച്ചു പോകുന്നു. വി മസ്റ്റ് നോട്ട് ബി കണ്ടന്റ് വിത്ത് മിയർ പൊളിറ്റിക്കൽ ഡെമോക്രസി. വി മസ്റ്റ് മേക്ക് അവർ പൊളിറ്റിക്കൽ ഡെമോക്രസി എ സോഷ്യൽ ഡെമോക്രസി ആസ് വെൽ. അംബേദ്കർ പ്രധാനമായി ഉദ്ദേശിച്ചത് ജാതി വിവേചനത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ മതവിവേചനവും നിഷേധിക്കാനാവാത്ത മറ്റൊരു യാഥാർത്ഥ്യമാണ്. വിനയത്തോടെ എന്നാൽ ഒട്ടും സന്ദേഹമില്ലാതെ ഞാൻ പറയട്ടെ, സെക്യുലർ വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ, അന്നത്തെ ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഇവിടെ തന്നെയായിരുന്നു. ബൈ എനി യാർഡ് സ്റ്റിക്, അതായത് അളവുകോൽ എന്തായാലും ഇന്ത്യയിലെ പൗരസമൂഹത്തിന് ഈ 3 കാര്യങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ലഭിക്കുമെന്ന് ഉറപ്പു നൽകാൻ ഇന്ന് നമുക്ക് കഴിയുമോ? ജാമ്യമാണ് സാധാരണ നൽകേണ്ടതെന്നും ജയിൽ ഒഴിച്ചുകൂടാൻ കഴിയില്ലെങ്കിൽ മാത്രം എന്നും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഉമർ ഖാലിദ് കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ, സിദ്ദിഖ് കാപ്പന് 2 വർഷത്തിലധികം ജയിലിൽ കഴിയേണ്ടി വന്നപ്പോൾ, പാനായിക്കുളം കേസിൽ നിരപരാധികളെന്ന് പരമോന്നത കോടതി പോലും കണ്ടെത്തിയ ശേഷം യുവാക്കൾ കേരളത്തിൽ വേദന അനുഭവിക്കുമ്പോൾ, GN സായിബാബയെ 10 വർഷത്തിന് അടുപ്പിച്ച് ജയിലിൽ അടയ്ക്കുകയും നിരപരാധിയായി പ്രഖ്യാപിച്ചപ്പോഴേക്കും രോഗം അദ്ദേഹത്തെ മരണത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു എന്ന് ഓർക്കുമ്പോഴും ആർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക് സംശയലേശമന്യേ വാഗ്ദാനം ചെയ്യാൻ കഴിയുക? ഉന്നതിയിലെ 10 പേർ 57% ദേശീയ വരുമാനം കൈവശപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴെക്കിടയിലെ 50% പേർക്ക് ലഭിക്കുന്നത് 13% വരുമാനം മാത്രമാണ്. ഈ കണക്കിന് മുന്നിൽ ഏത് സമത്വമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? 2024 പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയത് മുതൽ തിരഞ്ഞെടുപ്പിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മാർച്ച് ഏപ്രിൽ മാസം തുടങ്ങിയ ശേഷം ജൂൺ മാസം റിസൾട്ട് വന്നതിന് ശേഷം ഓഗസ്റ്റ് പകുതി വരെ 12 മുസ്ലിം വിശ്വാസികളെയും 1 ക്രിസ്ത്യൻ വിശ്വാസിയെയും ഇന്ത്യയിൽ വധിക്കപ്പെട്ടു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സമയത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ടിരുന്ന ഹരിയാനയിൽ സബീർ മാലിക് എന്ന ബംഗാളിൽ നിന്നുള്ള ചെറുപ്പക്കാരനെ തച്ചുകൊന്നു. സബീർ വധിക്കപ്പെടുന്നതിന് മുമ്പ് ചില ദിവസങ്ങൾക്ക് മുമ്പ് അതേ ഹരിയാനയിൽ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ആര്യൻ മിശ്ര.
2 കൊലപാതകങ്ങൾക്ക് പിന്നിലും ബീഫ് കഴിച്ചു അല്ലെങ്കിൽ കടത്തി എന്ന സംശയവും ആരോപണവുമായിരുന്നു. ആര്യന്റെ അച്ഛൻ സിയാനന്ദ് മിശ്ര ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പിന്നീട് പറഞ്ഞു. പ്രതിയെന്ന് ആദ്യം സംശയിച്ച ഒരു വ്യക്തിയെ ജയിലിൽ കണ്ടപ്പോൾ അയാളിന്റെ കാല് തൊട്ട് വന്നിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അതായത് മകനെ വധിച്ചുവെന്ന് സംശയിക്കപ്പെട്ട പ്രതി ഇദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്നിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. എന്തിനാണ് മാപ്പപേക്ഷിച്ചത്? ഒരു മനുഷ്യനെ വധിച്ചതിനാണോ? അല്ല. സിയാനന്ദ് പറയുന്നു, അയാൾ കരുതി എന്റെ മകൻ ഒരു മുസ്ലിമാണെന്ന്. ഒരു ബ്രാഹ്മണനെ വധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ വിഷമത്തിലാണ് അയാൾ ഇപ്പോൾ. ആര്യനെ വെടിവെച്ചുവെന്ന് പോലീസ് പറയുന്ന അനിൽ കൗശിക്കിന് ഫേസ്ബുക്കിൽ 10,000 ഫോളോവേഴ്സ് ഉണ്ട്. അയാൾക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും കോമേഴ്സിലും 2 ബിരുദാനന്തര ബിരുദങ്ങളുമുണ്ട്. പശുക്കളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അയാൾ നടത്തുന്ന സംഘടനയുടെ പേര് ലിവ് ഫോർ ദ നേഷൻ, രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുക എന്നാണ്. ഭൂരിപക്ഷ മതാടിസ്ഥാന ഏകരാഷ്ട്രത്തിന് വേണ്ടിയല്ലാതെ ഏത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഈ ലിവ് ഫോർ ദ നേഷൻ പോലുള്ള സംഘടനകൾ ജീവിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഭൂരിപക്ഷ മതാടിസ്ഥാന ഏകരാഷ്ട്രത്തിന് വേണ്ടിയല്ലാതെ ഏത് രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത്? ഇത്തരം സംഘടനകൾ അവരുടെ പേരും പ്രവൃത്തിയും മതാടിസ്ഥാന ഏകരാഷ്ട്രത്തിന്റെ തൽസ്വരൂപം പുറത്തു കൊണ്ടുവരുന്നവയാണ്. പ്രത്യക്ഷമായി ഭരണകൂടവുമായി ഇവരെ ബന്ധിപ്പിക്കുക എളുപ്പമല്ല. നാഥുറാം ഗോഡ്സെയെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മാതൃസംഘടനയുമായി ബന്ധിക്കും പോലെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രേഖകളുണ്ടോ എന്നാണ് ആ സംഘടന ചോദിക്കുന്നത്. പക്ഷേ ലിവ് ഫോർ ദ നേഷൻ പോലെയുള്ള സംഘടനകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരു കൂസലുമില്ലാതെ ഹരിയാനയിലെ റോഡുകളിൽ രാത്രികാലങ്ങളിൽ ഇരകൾക്കായി ഇവർ ഡ്രോൺ ചുറ്റിയിരുന്ന വീഡിയോകൾ ലഭ്യമായിരുന്നു. ചില പോലീസുകാരും ഇവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട്. ഭരണകൂടത്തിന്റെ അനുഗ്രഹാശിസുകൾക്ക് ഇതിൽ പരം തെളിവുകളുടെ ആവശ്യമുണ്ടോ? പക്ഷേ ഏകരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു ജനാധിപത്യത്തിൽ ഇതൊന്നും നടപടിയെടുക്കുവാൻ യോഗ്യമായ തെളിവുകളല്ല. ആയിരുന്നെങ്കിൽ ആര്യനെ വേട്ടയാടുവാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ലല്ലോ. സബീർ മാലിക്കിനെയും ആര്യൻ മിശ്രയും കൊല ചെയ്തവരെയും അവരുടെ ഇരകളോട് ബന്ധിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രബോധം എന്താണ്? അപരനെ ഉന്മൂലനം ചെയ്യുക എന്ന വെറുപ്പിന്റെ കാതൽ അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രബോധം നമുക്കിതിൽ കാണാൻ കഴിയുമോ? ഈ വെറുപ്പിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ വേരുകൾ തേടിച്ചെന്നാൽ നമ്മെ എത്തിക്കുന്നത് വൈവിധ്യത്തോടുള്ള അസഹിഷ്ണുത അല്ലെങ്കിൽ വിദ്വേഷം തന്നെയാണ്. ഏകരാഷ്ട്രത്തിൽ പതിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇത് തന്നെയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും വൈവിധ്യം, അതായത് ഡൈവേഴ്സിറ്റി എന്നോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നോ കൂടെ ജപിക്കുക മാത്രം ചെയ്തപ്പോൾ അമൂല്യമായ ഒരു ചിന്ത നമ്മൾ അറിയാതെ അർത്ഥശൂന്യമായ ഒരു ക്ലീഷയോ മുദ്രാവാക്യവുമായി രൂപാന്തരപ്പെടുകയായിരുന്നു. കൊടുങ്കാറ്റിൽ ഉലഞ്ഞാടുന്ന മെഴുകുതിരിനാളം സൂക്ഷിക്കേണ്ട, കരുതലോടെ രക്ഷിക്കേണ്ട ഈ സംഹിതകൾ അവഗണിക്കപ്പെട്ടാൽ നഷ്ടപ്പെടുന്നത് ദന്തഗോപുരങ്ങളിലെയോ ടെലിവിഷൻ സ്റ്റുഡിയോകളിലെയോ അഹംഭാവങ്ങളല്ല, പക്ഷെ സബീറിന്റെയും ആര്യന്റെയും ജീവനാണെന്ന് അടിവരവേറ്റ് ഓർമ്മിപ്പിക്കുവാനാണ് അവരുടെ കാര്യം ഞാനിവിടെ പറഞ്ഞത്. പലപ്പോഴും നമ്മൾ പറയും ഇങ്ങനെയുള്ള വലിയ ഇതൊക്കെ ഐവറി ടവർ ടോപ്പിക്സ് ആണ്, നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതും സാധാരണക്കാരെ ബാധിക്കുന്നു. അത് 2014 നമ്മൾ ഇതൊക്കെ തിയറി അല്ലേ, പൊളിറ്റിക്കൽ തിയറി അല്ലേ, ഇതൊക്കെ ഐഡിയൽ സിറ്റുവേഷൻ അല്ലേ, ഇതൊക്കെ സിനിമയിൽ കേൾക്കാൻ കൊള്ളാം, കെ അബ്ബാസിന്റെ രചനകളിൽ വായിക്കാൻ കൊള്ളാം, ഇതൊക്കെ നമ്മൾ ഇന്ന് വായിക്കണം. പക്ഷേ ഇന്ന് നടക്കുന്നത് ഇത് ഐവറി ടവറിലല്ല ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ തെരുവുകളിൽ ആളുകളുടെ ജീവന്റെ പുറത്താണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. GST എന്ന കെണിയിൽ സംസ്ഥാനങ്ങളെ വീഴ്ത്തിയോ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചതുകൊണ്ടോ പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകർക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത അതിവിശാലമായ റോഡുകൾ പണിഞ്ഞതുകൊണ്ടോ കേന്ദ്രസേനയ്ക്ക് ആവശ്യത്തിലധികം അധികാരങ്ങൾ നൽകിയതുകൊണ്ടോ ഒരു ഏകരാഷ്ട്രം ഉണ്ടാകുന്നില്ല. ഭൂരിപക്ഷ മതാടിസ്ഥാനത്തിലുള്ള വിവേചനവും വെറുപ്പും മാത്രമാണ് ഇന്ന് ഉദ്ഘോഷിക്കുന്ന ഏകരാഷ്ട്രത്തിന്റെ അടിത്തറ. അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയിലെ വരേണ്യവർഗം, എലീറ്റ് ക്ലാസ് ഈ വ്യവസ്ഥയെ പിന്താങ്ങുന്നു. ഏറ്റവും സെക്യുലറായ കപിൽ സിബലും കോൺഗ്രസിലെ അഭിഷേക് സിംഗിയും ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പ്രകീർത്തിക്കുമ്പോൾ അത്തരം പ്രചോദനം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഭിഷേക് മനു സിംഗി ചന്ദ്രചൂഡിന് കൊടുത്തിരിക്കുന്ന 90% മാർക്കാണ്. 10% ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും, ബാക്കി 90%. ക്ലാസ്സിലെ ഏറ്റവും നല്ല ഡോക്ടർ മോഹൻ ഗോപാല് ന്യൂസ് മെരിറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം എത്ര ശതമാനം. വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. അത് ആ വീഡിയോ നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന്, കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കോളമിസ്റ്റ് മുകുൽ കേശവൻ സൂചിപ്പിച്ചതുപോലെ സുഖമേഖലകൾ, കംഫർട്ട് സോൺസ് തേടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിലെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എന്നെ വേർപിരിഞ്ഞിരിക്കുന്നു. സമ്പത്തുള്ളവർക്ക് ഇന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ ആവശ്യമില്ല. വമ്പിച്ച ഫീസ് വാങ്ങുന്ന സ്വകാര്യ സ്ഥാപനങ്ങളോ വിദേശ സ്ഥാപനങ്ങളോ അവർ എന്നെ അത്താണികളായിരിക്കുന്നു. ഇവർ അരാഷ്ട്രീയവാദികളാണെന്ന ലേബലിലൂടെ വിഷയം നമ്മൾ ലഘൂകരിക്കാൻ പാടില്ല. വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ തന്നെയാണ് ഇവർ. ഈ രാഷ്ട്രീയം തന്നെയാണ് സബീർ മാലിക്കിന്റെയും ആര്യൻ മിശ്രയുടെയും കൊലപാതകങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന ഓമന പേരിൽ ഇവർ വിശേഷിപ്പിക്കുന്നതും വെടിക്കെട്ടും ജനങ്ങളും തമ്മിലുള്ള അകലം ഒരു ജീവൻ മരണ പ്രശ്നമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. മലയാളത്തിന്റെ സുപ്രഭാതം എന്നും അക്ഷര മലയാളത്തിന്റെ മുത്തശ്ശി എന്നും പറയപ്പെടുന്ന 2 പത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഞാനിവിടെ അത് കാണിക്കാം. ഏത് രാഷ്ട്രത്തിലാണ് ഈ പത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ചോദ്യത്തിന് പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത കാലത്ത് വന്ന മാതൃഭൂമി പത്രമാണ്.
ഒരു പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം 1-ാം പേജാണ്. 1-ാം പേജിന്റെ മുകൾ വശമാണ്. അതിൽ ആലോചിച്ച് നോക്കൂ, പകുതിയും മുകളിൽ പറഞ്ഞിരിക്കുന്ന വാർത്ത പുഷ്പരഥത്തിൽ മൂകാംബിക. മഴ തൂങ്ങി നിന്ന വാനിനു കീഴെ പുഷ്പരഥത്തിൽ മൂകാംബിക എഴുന്നള്ളി. ആയിരക്കണക്കിന് ഭക്തരുടെ അമ്മേ ദേവി മൂകാംബികയെ വെളികൾ കൊണ്ട് ക്ഷേത്ര പരിസരം മുഖരിതമായി. പ്രധാന വാർത്തയാണ് മുകളിൽ. രണ്ടാമത്തെ വാർത്ത എന്താണ്? ദർശന സമയം കൂട്ടി. ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളത്തിലാണ്. ഞാൻ സംസാരിക്കുന്നത് 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ അല്ല. കേരളത്തിൽ 2024 ഇത് ഒക്ടോബർ, അതായത് കഴിഞ്ഞ മാസത്തെ പത്രത്തിന്റെ ഇതാണ്. ഈ രാജ്യത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതാണ് ഒന്ന്, പുഷ്പരഥത്തിൽ മൂകാംബിക, മറ്റേ ദർശന സമയം കൂട്ടി. ഇത് മലയാളത്തിന്റെ ഒരു തവണ കൾച്ചറൽ ഐക്കൺ എന്ന് നമ്മൾ ആഘോഷിക്കുന്ന പത്രത്തിന്റെ ഈ പ്രധാന വാർത്ത ഇതാണ് ആ ദിവസം. മറ്റൊരു ദിവസം ഇത് 1-ാം പേജാണ്, മലയാള മനോരമ. സൂര്യൻ തിളച്ചു, പൂരം ജ്വലിച്ചു. ഇത് എന്താണ് വാർത്തയെന്നറിയാം? വേനലിൽ സൂര്യൻ ജ്വലിക്കാറില്ല സാധാരണ. വേനലിൽ പൂരിൽ എനിക്കറിയില്ല. അത് സൂര്യൻ ഇനി അന്ന് വടക്ക് വശത്താണ് ഉദിച്ചതെന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വാർത്ത. അപ്പോൾ സൂര്യൻ തിളച്ചു, പൂരം ജ്വലിച്ചു. അതിൻ്റെ ആദ്യത്തെ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. അത് ഇത് ഏത് ഭാഷ? ഞാൻ പറഞ്ഞ മലയാളത്തിൻ്റെ സുപ്രഭാതം ഭാഷ വായിക്കാം. ഈ സൂര്യൻ ജ്വലിച്ചുവിൻ്റെ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഇത് എഴുതിയത്. അദ്ദേഹം ഇനി എന്നോട് സംസാരിക്കില്ല. എന്നാലും തൃശ്ശൂർ, തീക്കടലിൽ നിന്ന് ആവേശത്തിന്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവണ്ണ പോലെ പൂരം. മാനത്തേക്ക് ഉയർന്ന് താളമിട്ട ആയിരക്കണക്കിന് കൈകൾ കൊടുങ്കാറ്റിൽ എന്ന പോലെ ആടി ഉളഞ്ഞത്. പകൽ മുഴുവൻ സർവ്വസന്നാഹവും എടുത്ത് പെയ്ത തീവേലിലും പൂരം ആഹ്ലാദത്തിന്റെ കടലായും കാറ്റായും വീശിയടിച്ചു. സൂര്യ തേജസ് മെല്ലെ കുടമടക്കി സന്ധ്യയുടെ ചോപ്പ് വിരിച്ചതോടെ തെക്കേ ഗോപുരനടയിൽ ആവേശത്തിന്റെ ഇരു കരങ്ങളിലുമായി കൊതി തോന്നുന്ന കുടകൾ മാറി മാറി ഉയർന്നു. തീക്കാറ്റിലും ഉലയ്ക്കാനാകാത്ത നാടിന്റെ പൂരം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു, മകനോ മകളോ അച്ഛനോ അമ്മയോ ഇങ്ങനെ ഒരു വാക്ക് എഴുതുകയോ സംസാരിക്കുകയോ ചെയ്താൽ നമ്മൾ അവരെ ചികിത്സിക്കില്ലേ? ഇത് നമ്മൾ പക്ഷേ പൈസ കൊടുത്ത് അല്ല, ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ഞാൻ ഇത് വായിച്ചത് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രധാന വാർത്തയാണ് ആ ദിവസത്തെ. തീക്കടലിൽ നിന്ന് ആവേശത്തിന്റെ കടകോൽ കൊണ്ട് കടഞ്ഞെടുത്ത നറുവണ്ണ പോലെ പൂരം. മാനയ്ക്ക് തീർന്നു തിളങ്ങിയിട്ട് ആയിരക്കണക്കിന് കൈകൾ കൊടുങ്കാറ്റിൽ എന്ന പോലെയാണ് ആടിയുളഞ്ഞത്. നമ്മൾ ആലോചിച്ചു, നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മളൊരു അധ്യാപകനാണെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ഒരു കോമ്പസിഷൻ എഴുതുകയാണെങ്കിൽ അത് നമ്മൾ പാസ് ആക്കും. അല്ലെങ്കിൽ നമ്മുടെ മകൻ ഇങ്ങനെ ഒരാൾക്ക് ഒരു കത്ത് എഴുതുക ഇങ്ങനെ കാണുമെങ്കിൽ നമ്മളത് ഒന്ന് വിളിച്ച് ഉപദേശിക്കൂലേ? പക്ഷേ നമ്മൾ കാശ് കൊടുത്ത് ഈ സംഭവം വായിക്കാൻ ഇതിനെക്കാട്ട് രസം കുത്തനെ 2ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. പകുതി പേജും പൂരം. ഈ ഭാഗത്ത് അതിന് മുഴുവൻ കാണാമില്ല. താഴെ വളരെ മനോഹരമായ ഒരാളുടെ പടമുണ്ട്. ഇത്തരത്തിൽ BJPയുടെ പരസ്യമാണ്. ഇപ്പം പണ്ടൊക്കെ യു ഫസ്റ്റ് റെന്റ് ദ സർവീസ് ടു ഗെറ്റ് പെയ്ഡ്. ഇവിടെ ആദ്യമേ സർവീസ് റെന്റ് ചെയ്തു, ഇവിടെ പേയ്മെന്റ് ആദ്യം കിട്ടി, രണ്ടാമത് സർവീസ് റെന്റ്. പരസ്യം തൊട്ടടുത്തുമുണ്ട്. ഇലക്ഷൻ്റെ ഒക്കെ നടുക്ക് വെച്ചാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇത് നടന്ന സമയത്ത് അവിടെ പൂരം ഈ കലക്കി എന്നുള്ള സംഭവം ഒരു ചെറിയ വാർത്ത. അന്ന് അവർക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസും എനിക്ക് വളരെ ലേറ്റായിട്ട് 3 മണിക്കല്ലേ സംഭവിച്ചത്. അപ്പം വളരെ ചെറുതായിട്ടൊരു വാക്കുണ്ട് കേട്ടോ. പോലീസ് ബലപ്രയോഗം അതിരുവിട്ടു, പൂരം നിർത്തി വെച്ച തിരുവമ്പാടി എന്ന് പറഞ്ഞ് ചെറിയൊരു ഇത് ഞാൻ പറയാൻ കാര്യം. പൂരം കലയ്ക്ക് ശേഷം തീർച്ചയായിട്ടും പിറ്റേ ദിവസം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. പക്ഷെ അന്ന് ഈ സംഭവം നടന്ന സമയത്ത് സാധാരണ പൂരം എല്ലാ തവണയും നടക്കുമ്പോൾ നടക്കണം. അതിന് ഇത് വേണ്ടി കൊടുക്കാൻ വേണ്ടി യാതൊരു രീതിയിലും അസാധാരണമായി സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതേ ദിവസം തന്നെ ഇവിടെ താഴെ ഒരു ചെറിയ ഒരു പാരഗ്രാഫിൽ സ്റ്റോറി ഉണ്ട്. ഒരു വ്യക്തി ബാങ്ക് ലോൺ എടുത്തിട്ട് ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ആത്മഹത്യ ചെയ്തതെന്ന്. അത് ഒരു പാരഗ്രാഫേ ഉള്ളൂ. അപ്പം നമ്മൾ കേരളം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇവർ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർ തന്നെ സ്വയം പറയുന്ന മലയാളത്തിൻ്റെ സുപ്രഭാതവും മലയാളത്തിൻ്റെ അക്ഷരമുത്തശ്ശി എന്ന് പറയുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരൊക്കെ ഏത് രാഷ്ട്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്ന ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിച്ചേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇതായിട്ട് പറഞ്ഞാണ്. ഏതായാലും മനോരമയിലും മാതൃഭൂമിയിലും എനിക്ക് ജോലി കിട്ടുമല്ലോ ഇനിയും, അത് കുഴപ്പമില്ല. വയനാടിനോട് കേന്ദ്രം എടുത്ത നിലപാടും അല്ലെങ്കിൽ ഇത്രയും വൈകിട്ടും എടുക്കാത്ത നിലപാടും ഏകരാഷ്ട്രവാദത്തിന്റെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. വയനാട് ഇങ്ങനെ സംഭവം നടന്നിട്ട് ഒരു 4 മാസമായിട്ട് തീരുമാനം എടുക്കാതിരുന്നിട്ട് ഏത് രീതിയിലാണ് അവർ ഇന്ത്യ ഏകരാഷ്ട്രം, ഇവർ തന്നെയാണ് അത് പൊളിക്കുന്നത്. ഏകരാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ സംഭവിക്കില്ല എന്നുള്ളത് ഇവർ തന്നെയാണ് അത് ചെയ്യുന്നത്. കഷ്ടപ്പെടുന്ന ഒരു ജനയെ സാങ്കേതികത്വത്തിന്റെ പേരിൽ സഹായിക്കാതിരിക്കുമ്പോൾ എന്ത് ഏകരാഷ്ട്രമാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത്? കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്നലെ വയനാട്ടിൽ നടത്തിയ ഹർത്താൽ ഡൽഹിയിലല്ലേ നടത്തേണ്ടിയിരുന്നതെന്ന് നിങ്ങളിൽ പലർക്കും യോജിക്കാനാവാത്ത ജോസഫ് സി മാത്യു ചോദിച്ചതും പ്രസക്തിയുള്ള ചോദ്യമാണ്.
ഏകരാഷ്ട്രവാദികൾ കനിഞ്ഞോടിക്കുന്ന ട്രെയിനുകളിൽ എന്തുകൊണ്ട് ആയിരക്കണക്കിന് മലയാളികൾ ഡൽഹിയിലെത്തി സമാധാനമായി പ്രതിഷേധിച്ചില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തില്ല എന്ന് ഞാനും ചോദിക്കുന്നു. ഇത്രയും തീവണ്ടികൾ ഇവിടുന്ന് ഡൽഹിയിലോട്ട് പോകുന്നുണ്ട്. ഇന്നലെയെങ്കിലും മഞ്ഞാന്നെങ്കിലും തലേദിവസമെങ്കിലും 2 ദിവസം മുമ്പെങ്കിലും നമുക്ക് കുറച്ച് പേരെ ഡൽഹിയിലോട്ട് അയക്കാമായിരുന്നു. പ്രൊട്ടസ്റ്റ് ഈ വയനാട് അവിടെ കടയെല്ലാം അടച്ച് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് അതാണോ വേണ്ടതെന്ന് ഞാനതിന് കുറ്റം പറയുകയല്ല, നമ്മൾ ആലോചിക്കേണ്ട ഇങ്ങനെ കാണും. കാര്യം പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളണം, നമ്മുടെ ആളുകളെല്ലാം കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ഈ നമ്മുടെ ഇവിടുന്ന് ഇഷ്ടംപോലെ തീവണ്ടികൾ പോകുന്നുണ്ട്. അതിനകത്തൊരു 25 പേര് വെച്ച് പോയിരുന്നെങ്കിലും ഒരു 250, 10 ബോഗിൽ 250 പേരുണ്ടെങ്കിൽ ഒരു പ്രതിഷേധം ഡൽഹിയിൽ സംഘടിപ്പിക്കാമായിരുന്നു എന്നൊരു തോന്നൽ. 1991 ഡൽഹിയിലെ വേനലിലെ അത്തരമൊരു ട്രെയിനിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഡൽഹിയിലെ കൽക്ക സ്റ്റേഷനിൽ നിന്നും സൂചി കുത്താൻ ഇടമില്ലാത്ത ഒരു ട്രെയിനിൽ എന്നെ നുഴഞ്ഞു കയറാൻ സഹായിച്ചത് ബൽറാം സാറിൻ്റെ മകൻ ജോയിയാണ്. ആ ട്രെയിനിലുണ്ടായ അഭൂതപൂർവമായ തിരക്കിന് കാരണം അവകാശങ്ങൾക്ക് വേണ്ടി ബീഹാറിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിഷേധമായിരുന്നു. ആ ട്രെയിനിലാണ് ഞാൻ ആദ്യമായി കൽക്കട്ടയിൽ എത്തുന്നത്. പിന്നീട് 34 വർഷം ഞാൻ കൽക്കട്ടയിൽ, ഇപ്പോഴും ഒരു കാല് കൽക്കട്ടയിലും ഒരു കാല് ഇവിടെ ആയിട്ടുണ്ട്. അപ്പം അന്ന് ജോയിയാണ് എന്നെ ആ ട്രെയിനിൽ പുഷ് ചെയ്ത് കയറ്റി. അത്ര കാല് കുത്താൻ സ്ഥലമില്ല. ഏറ്റവും ദരിദ്രമായ ജനങ്ങളാണ്. അവർ വന്ന് ഡൽഹിയിൽ ബോട്ട് ക്ലബ്ബിൽ താമസിച്ച് അവർ പ്രതിഷേധിച്ചു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാമായിരുന്നെങ്കിൽ വയനാടിന് വേണ്ടി നമുക്ക് മെനഞ്ഞാന്ന് മറ്റന്നാളോ അതിന് മുമ്പത്തെ ദിവസം കുറച്ച് പേരെ 10 പേരെങ്കിലും അയക്കാമായിരുന്നല്ലോ എന്നൊരു തോന്നൽ. ഇനി പറയുന്ന വ്യക്തിപരമായ പരാമർശം ഇവിടെ അനുചിതമായെങ്കിൽ ക്ഷമിക്കുക. വ്യക്തിപരമായ ഒരു ചോയ്സ് കാരണം മേൽക്കൂര നഷ്ടപ്പെട്ട എനിക്ക് ജോയ് അഭയം നൽകിയത് ബൽറാം സാർ MP ആയിരുന്നപ്പോൾ ഡൽഹിയിൽ താമസിച്ചിരുന്ന VB ഹൗസിലെ ഫ്ലാറ്റിലായിരുന്നു. അടുത്തുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വ്യാപൃതനായിരുന്ന ബൽറാം സാറിൻ്റെ കണ്ണിൽ അധികമൊന്നും പെടാതെ 1 മാസത്തിലധികം ഞാനവിടെ താമസിച്ചു. ജോയിയുടെ അമ്മയുടെ സ്നേഹവും ഭക്ഷണവും രണ്ടും അളവില്ലാത്ത തന്നെയായിരുന്നു. അത്രയൊന്നും കാരുണ്യമില്ലാത്ത ഡൽഹിയെ അതിജീവിക്കാൻ എന്നെ സഹായിച്ചു. പൊതുവെ അന്തർമുഖനായ ഞാൻ ബൽറാം സാറുമായി ചിലവിടാൻ കിട്ടിയ സുവർണ അവസരം നഷ്ടപ്പെടുത്തിയതോർത്ത് ഇന്ന് ഖേദിക്കുന്നു. വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരട്ടെ. പ്രതിഷേധങ്ങൾക്ക് വേണ്ടി തീവണ്ടികൾ നിറയ്ക്കാൻ ഇടതുപക്ഷത്തിന് ഇന്നും ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കർഷക സമരത്തിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് ഞാനിപ്പോൾ ഓർക്കുന്നു. ഹരിയാനയിലും മറ്റു സ്ഥലങ്ങളിലും സബീറിനെയും ആര്യനെയും പോലുള്ളവർ കൊല്ലപ്പെടുമ്പോൾ അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ ഇടതുപക്ഷം നടത്തിയ ശ്രമങ്ങളെയും ഞാൻ മറക്കുന്നില്ല. മതാടിസ്ഥിത ഏകരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം, വിശാല ഇടതുപക്ഷം, ഞാൻ CPI അല്ല ഉദ്ദേശിക്കുന്ന വിശാല ഇടതുപക്ഷം ഉൾപ്പെടുന്ന ദേശീയ പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രതിഷേധിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് മതാടിസ്ഥിത ഏകരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇരകളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം ഉൾപ്പെടുന്ന ദേശീയ പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രതിഷേധിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ വളരെ മിതമായിട്ടാണ് ഈ കാര്യം ഈ സദസ്സിൽ ഉന്നയിക്കുന്നത്. കേട്ട വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വെറുമൊരു പത്രപ്രവർത്തകനാണ് ഞാൻ. എൻ്റെ മിക്ക മുസ്ലിം സഹോദരങ്ങളും അതീവ വ്യാകുലരാണ്. ദിസ് എ ഫാക്ട്. ദേ ആർ വെരി വെറീഡ്. ഈ സമയം പൊളിറ്റിക്കൽ ഇസ്ലാമും പൊളിറ്റിക്കൽ ഹിന്ദുയിസവും തമ്മിലുള്ള സമീകരണം അല്ല ആവശ്യം എന്ന് ഞാൻ കരുതുന്നു. ഭീഷണി ധാരണയുടെ, ത്രെറ്റ് പെർസെപ്ഷന്റെ തീവ്രതയാണ് പ്രതികരണത്തിൻ്റെയും മുൻഗണന നിശ്ചയിക്കേണ്ടത്. അത് ഓരോ ത്രെറ്റ്, ആരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അപകടം ഉണ്ടാകുന്ന അവരെയാണ് നമ്മൾ ആദ്യം നേരിടേണ്ടത്. അല്ലെ രണ്ടുപേരെയും ഒരുമിച്ച് നേരിടും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇവിടെയുള്ള പലരും എന്നോട് യോജിക്കണമെന്നില്ല. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇന്ത്യയിൽ മതേതരത്വം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര തന്നെ ഗുരുതരമായ പരിക്കുകളോടെ ആണെങ്കിലും അതിന് ദേശം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളോട് തന്നെയാണ്. അതായത് ഇവിടെ സെക്കുലറിസം ഈ രീതിയെങ്കിലും, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലമായ ഇന്ത്യ, കേരളം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിൽ സെക്കുലറിസം പേരിനെങ്കിലും സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അതിപ്രധാനമായ ഈ വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ കേട്ട ഒരു പ്രഭാഷണ ശകലത്തിലൂടെയാണ്. ഇന്ത്യയിലെ പല മാധ്യമ സിംഹങ്ങളും പൊതുസമൂഹ താപ്പാനകളും പറയാൻ മടിച്ച ആ സത്യം പറഞ്ഞത് ജോളി ചിറയത്താണ്. ആ വീഡിയോ വീണ്ടും കാണാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. മുസ്ലിങ്ങളെക്കുറിച്ച് ചിലർ വിദ്വേഷം വിളിക്കുന്ന അനേകം വീഡിയോകൾ ഒരു പ്രയാസവും കൂടാതെ കാണാമെന്നുള്ളതും നാം മറന്നുകൂടാ. പ്രത്യേകിച്ച് കേരളത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ ഓരോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രീതിയിൽ ഇതിനെ തടയാൻ വേണ്ടി നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിയമപരമായിട്ടുണ്ട്, പക്ഷെ നിയമപരമായിട്ട് ആദ്യം ഇവിടെ കേരളത്തിൽ നടന്നത് പ്രോക്സി എന്ന് പറയും, മറ്റുള്ള വ്യക്തികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. അതൊരിക്കലും നടക്കില്ല. വിദ്വേഷത്തിന് നേരെ വളരെ ശക്തമായ നിയമം ഈ രാജ്യത്തുണ്ട്. അത് തന്നെ ഉപയോഗിച്ച് ക്രാക്ക് ഡൗൺ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല മറ്റുള്ളവരുടെ യു കനോട്ട് ഫയർ ഫ്രം അതർ പീപ്പിൾ ഷോൾഡേഴ്സ് എന്നുള്ള കാര്യം. എന്തുമാത്രം വിദ്വേഷം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കേരളത്തെ പോലെ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുള്ള കാര്യം. മതാടിസ്ഥിത ഏകരാഷ്ട്രവാദത്തിന് വെല്ലുവിളി ഉയർത്തേണ്ടത് പൗരർ തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ചെയ്തതും, അതായത് മതാടിസ്ഥ ഏകരാഷ്ട്രവാദത്തിന് വെല്ലുവിളി ഉയർത്തിയത്
പൗരർ തന്നെയാണ്. 2024 തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് ചെയ്തതും തൃശ്ശൂർ ചെയ്യാത്തതും അതാണ്. അതായത് വെല്ലുവിളി ഉയരേണ്ട സമയത്ത് അവർ ചെയ്തു. തൃശ്ശൂർ ചെയ്തില്ല, ഉത്തർപ്രദേശ് ചെയ്തു. ജനപ്രതിനിധികൾ മൗനത്തിന്റെ അഭയം തേടിയാൽ പൗരർ അവരെ തുറന്നു കാട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഭരണകൂടത്തിന്റെ അനുകമ്പയോടെ വെറുപ്പിനിരയായ ആര്യൻ മിശ്രയുടെ അമ്മ ഉമാ മിശ്രയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഉമാ മിശ്ര പറഞ്ഞത്, അതായത് ആര്യൻ എന്ന് പറഞ്ഞ 19 വയസ്സുകാരൻ്റെ അമ്മ ഉമാ മിശ്ര അവരുടെ മകനെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഉമാ മിശ്ര പറഞ്ഞ ഇതാണ്. അതായത് അവനെ കൊല ചെയ്തവർ അവർ പറഞ്ഞത് ആര്യൻ ഒരു മുസ്ലിം എന്നാണ് അവർ തെറ്റിദ്ധരിച്ചു. മുസ്ലിങ്ങൾ എന്താ മനുഷ്യരല്ലേ? അമ്മ ചോദിക്കുകയാണ്, മുസ്ലിങ്ങൾ എന്താ മനുഷ്യരല്ലേ? അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? നിങ്ങൾ എന്തിനൊരു മുസ്ലിമിനെ കൊല്ലണം? അംബേദ്കർ പറഞ്ഞ സാഹോദര്യത്തിൽ ഊന്നിയ സോഷ്യൽ ഡെമോക്രസി ആരാണ് അതിനടുത്ത് നിൽക്കുന്നത്? മകൻ കൊല്ലപ്പെട്ട ഉമാ മിശ്രയോ സ്വയം പ്രഖ്യാപിച്ച വിശ്വഗുരുവോ? നന്ദി, നമസ്കാരം.